വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിന് ഒരു ചെറിയ മധുര പ്രതികാരം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായി MLA ഓഫീസ് നോക്കിയൊരു കെട്ടിടം ഇവിടെയാണ്. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഓഫീസ് എടുക്കാൻ തീരുമാനിച്ചിട്ട് പരിസരത്താണ് കൊണ്ടുപോയത്. എല്ലാം തീരുമാനിച്ചിട്ട് പോയപ്പോഴാണ് അതിൻ്റെ തലേ ദിവസം അത് എഗ്രിമെൻ്റ് ആയി പോയി എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ആദ്യം കണ്ണുവെച്ചൊരു സ്ഥലമായിരുന്നു ആ ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴി അന്ന് ഈ ഓഫീസ് നോക്കാൻ വരുമ്പോൾ തന്നെ ആ സ്വീറ്റ് ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം, ഉപയോഗമൊക്കെ കൊള്ളാം, ഈ റോഡ് എന്തെങ്കിലും കിടക്കണ്ടേ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും പിന്നീട് അനുവിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും സഹോദരനുമായ പ്രക്ഷോഭിൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദം. കാരണം ഒരു വാർഡിലേക്ക് 20 ലക്ഷം രൂപ ഒരു പ്രോജക്റ്റ് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നിയമസഭാ സാമാജിക സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. മുനിസിപ്പാലിറ്റിക്ക് വലിയ പൈസയൊക്കെ ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാർക്കും വലിയ പൈസയുണ്ട്. ഒരു വർഷമൊക്കെ 3-4 കോടി രൂപയൊക്കെ ചിലവാക്കുന്ന ആളുകളുടെ ഒരു വാർഡിൽ തന്നെ. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് ഈ 107 വാർഡിലേക്കും കൂടെ ആകെ 5 കോടി രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വാർഡ് എടുക്കുക എന്നുള്ളൊരു വലിയ പ്രയത്നമാണ്. അതായത് അനുവിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയൊക്കെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റോഡ് മറ്റൊന്നിലേക്ക് മാറ്റാതെ പ്രാവർത്തികമാക്കി ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കമുള്ള നിരവധി കൗൺസിലർമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ അവരുടെ ഒരു 5 വർഷ പൂർത്തീകരണം കൂടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെയും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലുള്ള അനുവടക്കമുള്ള എല്ലാ കൗൺസിലർമാരുടെയും ഒരു 5 വർഷ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. 5 വർഷക്കാലം കൗൺസിലർമാരെന്ന നിലയിൽ ഇവരെല്ലാവരും അവരവരെ ജയിപ്പിച്ചു വിട്ട പ്രദേശങ്ങളോട് വലിയ പ്രതിബദ്ധത വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അവരെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അവരെല്ലാവരും നന്നായി നിറവേറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുവിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ വാർഡിനെ മുന്നോട്ട് പോയത്. അതിന് അനുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ പ്രദേശത്ത്, അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും എല്ലായിടത്തും രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വികസനം ചെയ്യാൻ കഴിയണം. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികതയുടെ പേര് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൺ അവർ നമ്മുടെ എല്ലാത്തിനും എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ രീതിയിലും കണ്ടമാനം വിഷമം അറിയാം. എന്തിനും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ കവിത ചേച്ചി ഞാൻ 2 വാക്ക് സംസാരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിൻ്റെ മാന്യനായ എല്ലാവർക്കും വേണ്ട ഒരുപാടിൻ്റെ കൗൺസിലറായിട്ടുള്ള എന്തല്ലേ ഒരവസ്ഥയിൽ ഇതൊക്കെ കാണാന് പാലക്കാട്ടെ CJPക്കാര് അവരുടെ ജന്മം, അവരുടെ ആയുസ് ഇനിയും ബാക്കിയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം രാഹുലിനെ പാലക്കാട്ട് കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ കേട്ടതല്ലേ എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, മിഷീൻ ഗണ്ണ്, ഒന്നും പറയണ്ട. ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന വികസന പ്രവർത്തനങ്ങള് അത് ഓരോ ദിവസം ഓരോന്നായി ഒന്നിലേറെ പ്രവർത്തനങ്ങള് പുറത്തേക്ക് വരികയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയില്ല, വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ ഓരോ വാർത്തകളും ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് മാത്രവുമല്ല, ഈ രാഹുലിന് കിട്ടുന്ന സ്വീകാര്യത ഉണ്ടല്ലോ, അത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് രാഹുലിന് വേണ്ടി സംസാരിച്ചപ്പോഴും രാഹുൽ തിരിച്ചു എത്തണമെന്ന് വാദിച്ചപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചപ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്താണ് ആശങ്ക എന്ന് പറയുന്നത്, ഇങ്ങനെയും വിവാദങ്ങളും കോലാഹലങ്ങളും പുകമറകളും ഒക്കെ ഉണ്ടായ ഒരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടം കുറച്ചു ദിവസം വിട്ടു നിൽക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തുമ്പോ അയാളെ പാലക്കാടിന്റെ ജനത നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ പലതും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷേ പാലക്കാടിന്റെ ജനത അയാളെ എങ്ങനെ സ്വീകരിക്കും, അയാളെ തള്ളിക്കളയുമോ എന്നുള്ള ഒരു ആശങ്ക നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷേ ഇതിനൊക്കെ ഈ ആശങ്കകൾക്കൊന്നും യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് രാഹുൽ പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് തിരിച്ചെത്തിയിട്ട് അയാൾ അവിടെ അത് കഴിഞ്ഞിട്ട് നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത്. അയാൾ തിരിച്ചെത്തിയിട്ട് പുതിയ പദ്ധതികൾ തുടങ്ങുകയില്ല. അയാൾ തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ കാണുന്നത് അതുവരെ നടന്നുകൊണ്ടിരുന്ന പുതിയ എല്ലാ പദ്ധതികളുടെയും പൂർത്തീകരണവും അതിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ തുടക്കം കുറിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സൈജു കുറുപ്പിനെ പാലക്കാട്ട് എത്തിച്ചുകൊണ്ട് ഈ CSR ഫണ്ടിന്റെ ഒരു പിൻബലത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തുന്ന ഒരു സ്മൈൽ എന്ന് പറയുന്ന ഭവന പദ്ധതിയുടെ ഒരു പദ്ധതിയുടെ ഒരു പ്രൊജക്ട് തന്നെയുണ്ട്. അതിന്റെ 6ാമത്തെ വീട് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ വിവാദങ്ങൾ തുടങ്ങുന്നതിന്റെ 1 or 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 20-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിവാദങ്ങൾക്ക് തുടക്കമാവുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനം നമ്മൾ കാണുന്നത്, പുറത്തേക്ക് വരുന്നത് ഓഗസ്റ്റ് 20 വൈകുന്നേരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 16-നോ 17-നോ ആണ് ആസിഫ് അലി പാലക്കാട് വന്നുകൊണ്ട് സ്മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊജക്ടിന്റെ തുടക്കം കുറിക്കുന്നത്, ആദ്യ വീടിന്റെ തറക്കല്ലിടുന്നത്. നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്ന് കണ്ടത് എന്താണ്? ആ സ്മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 20 കഴിഞ്ഞു, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ 3 മാസം കൊണ്ട് 6ാമത്തെ വീടിന്റെ തറക്കല്ലിടല് മെഞ്ഞാന്ന് സൈജു കുറുപ്പ് നടത്തുന്നതും കണ്ടു. അപ്പോ അതിനിടയിൽ 1 മാസത്തോളം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് വിട്ടുനിന്നതും നമ്മൾ കണ്ടു. ഈ 1 മാസത്തെ ഗ്യാപ്പ് അവിടെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള 2 മാസമാണ് ടോട്ടല്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3 മാസം കൊണ്ട് ഈ പറയുന്ന 2 മാസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിന് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം സംശയിക്കാം. കാരണം ഒരു വിവാദങ്ങളിൽ നിൽക്കുന്ന വ്യക്തി അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇത് പുതിയ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനം നടത്തുകയല്ല, അതിന്റെ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം അതുവരെ ചെയ്തു വെച്ച പുതിയ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുവാനും ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കാമെന്ന് ഭീഷണിപ്പെടുത്തിയവർക്ക് മുന്നിൽ നെഞ്ചി വിരിച്ച് നിന്നുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളിൽ ഒരാളായിക്കൊണ്ട് പാലക്കാട്ടുകാർക്ക് സ്വീകാര്യനായ വ്യക്തിയായിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിജയം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പരിപാടികളിലൊക്കെ രാഹുലിന് കിട്ടുന്ന വലിയ ഒരു പിന്തുണ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 2026-ലും രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതോടൊപ്പം നമ്മൾ വലിയ ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചിരി വരുമെങ്കിലും പക്ഷേ ചിലതൊക്കെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന BJPയും CPM-ഉം ഈ CJP കൂട്ടുകെട്ടും എല്ലാവരും ചേർന്ന് ഞങ്ങൾ രാഹുലിനെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല, രാഹുലിനെ ഞങ്ങൾ തടയും, പൊതുപരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പാർട്ടി അങ്ങനെ ചെയ്യുമ്പോഴും ഇവരുടെ പ്രതിനിധിയായിട്ടുള്ള പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള BJP പ്രതിനിധി പോലും രാഹുലിന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നടക്കുന്നതും രാഹുലിന്റെ പരിപാടിയിലെ സാന്നിധ്യമാകുന്നതും രാഹുലിന്റെ പരിപാടിക്ക് പിന്തുണ അർപ്പിക്കുന്നതും രാഹുലിന്റെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു, ഇന്ന് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചു കഴിഞ്ഞതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ പോലും UDF-ന്റെ ക്യാമ്പിലേക്ക് വന്ന് കയറാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ്, തയ്യാറെടുപ്പിലുമാണ്. അതിനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. UDF-ന്റെ ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള നഗരസഭാ അധ്യക്ഷ UDF ക്യാമ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വാർത്തകളും, ആ അധ്യക്ഷ മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ പെടുന്ന പല കൗൺസിലർമാർ ഈ BJPയുടെയും അതുപോലെ CPM-ന്റെയും ഒക്കെ പ്രതിനിധികളായിട്ടുള്ള പല കൗൺസിലർമാരും UDF-ന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ
ഇനിയിപ്പോ കാലങ്ങളില്ല. ഈ ഡിസംബറിലാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവർ UDF ക്യാമ്പിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം UDFന്റെ സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥികളാവുമെന്നുള്ള പല വാർത്തകളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ തന്നെ തടയാൻ വന്നവരെ തന്റെ പാർട്ടിയിലേക്ക്, താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക്, അല്ല തന്റെ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അടിവേര് പിഴുതെറുക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തിരിച്ചെത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഈ രണ്ടാം വരവിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിക്കൊണ്ട് തന്നെ നീങ്ങുകയാണ്. പൊതുപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിനിടയിലൂടെ ഈ രാഷ്ട്രീയ ചരടുവലികളും രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിക്കൊണ്ട് ഈ പറയുന്ന ആളുകളെ, ജനസമ്മതിയുള്ള ആളുകളെ തന്റെ പക്കലേക്ക് അടുപ്പിക്കുവാനും ഈ പാലക്കാട് നഗരസഭ UDFന്റെ പക്കലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുമായി ബന്ധപ്പെട്ട പല സൂചനകളും ലഭിക്കുന്നു, പല വാർത്തകളും വരുന്നു. രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്ന്, പാലക്കാട്ട് നിന്നുള്ള പല ആളുകളിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഈ നഗരസഭാ അധ്യക്ഷ പോലും UDF ക്യാമ്പിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ രാഹുലിനെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ തടയും, ഞങ്ങൾ തടസ്സപ്പെടുത്തും, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവരറിയുന്നില്ലേ എന്നുള്ള ഒരു ആശങ്കയാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ നഗരസഭാ അധ്യക്ഷ, അവരുടെ കൗൺസിലർമാരെ ഒക്കെ മറുകണ്ഠം ചാടാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ഈ വെല്ലുവിളിച്ചവരൊന്നും കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷേ അതൊരു ആശങ്കയെ ഞാനതിനെ കാണുന്നില്ല. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്തരം നിരവധിയുള്ള പല കൂടുമാറ്റങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത്, ഇത്തരം വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കൂടുമാറ്റങ്ങൾ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളതും. അത്തരത്തിലൊന്ന് തന്നെയാണ് ഇനിയുടെ സംഭവിക്കാൻ പോകുന്നത്. പാലക്കാട് നഗരസഭ UDF ഭരിക്കും. രാഹുലിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷയടക്കം പല ആളുകളും UDF ക്യാമ്പിലേക്ക് എത്താൻ പോകുന്നു. പിന്നെ രാഹുൽ ആദ്യം പറഞ്ഞതുപോലെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മധുര പ്രതികാരം തന്നെയാണ്. കാരണം വിജയിച്ച് കയറി MLA ഓഫീസിന് വേണ്ടി നോക്കി വെച്ച ഒരു ബിൽഡിങ്, അത് ഏകദേശം ഇതാണ് നമുക്ക് പറ്റിയത്, ഇഷ്ടപ്പെട്ടു, ഇത് തന്നെ നമുക്ക് MLA ഓഫീസ് ആക്കണമെന്ന് രാഹുൽ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് ഇല്ല, അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് എഗ്രിമെന്റ് ആയി എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ MLA ഓഫീസൊക്കെ ഇവിടെയാണല്ലോ നോക്കുന്നത്, ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റോഡാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടിയിലേറെ മധുരം കിട്ടുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി നടക്കുന്നു. 2026 രാഹുൽ തന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവും എന്നും മാത്രമല്ല വിജയിച്ച് കയറുന്നതും രാഹുൽ മാങ്കൂട്ടമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇപ്പോൾ ഇല്ല. കാരണം പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാ. എല്ലാം രാഹുലിനൊപ്പമാ, രാഹുലിന് കൂടെയാ. അയാളുടെ പ്ലാനുകൾ, അയാളുടെ മാസ്റ്റർ പ്ലാനുകൾ അത് കൃത്യമായി വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും ഇല്ല.